നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നും 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കാസർഗോഡ് നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ABC ഗ്രൂപ്പ്, ABC സെയിൽസ് കോർപ്പറേഷൻ, BC റോഡ്, കാസർഗോഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടത് ദുർഭരണത്തിന് അന്ത്യം കുറിക്കുമെന്നും 110 സീറ്റുകൾ നേടി UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. കാസർഗോഡ് നിയോജകമണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാരിന്റെ 10 വർഷത്തെ ഭരണം സകല മേഖലയിലും പരാജയമായിരുന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുയർന്നത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിലാക്കി. മലയോര പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം കാരണം കാർഷിക വിളകൾ നശിച്ചു. ഇതിനെതിരെ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചില്ല. ആശാവർക്കർമാർ മാസങ്ങളോളം സമരം നടത്തിയിട്ടും അവർക്ക് വേതനം കൂട്ടി നൽകിയില്ല. പകരം ജയിൽ പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു. കുടുംബശ്രീകൾക്ക് കടം വീട്ടാൻ സബ്സിഡി നൽകിയില്ല. പല ക്ഷേമ പെൻഷനുകളും നിർത്തലാക്കി. സർക്കാർ ആശുപത്രികൾ മോർച്ചറികളായി മാറിയെന്നും MP പറഞ്ഞു. പിന്നെ ശയനപ്രദർശനം, പിന്നെ മുടിമുറിച്ചു, പിന്നെ മുട്ടയടിച്ചു, പിന്നെ എന്തെല്ലാം സമരമാർഗം. ഒരു 10 രൂപ അവർക്ക് കൂട്ടിക്കൊടുക്കാത്ത ഈ ഗവൺമെന്റ് ജയിലിൽ കിടക്കുന്ന പുള്ളികൾക്ക് എത്ര ലക്ഷം രൂപയാണ് കൂട്ടിക്കൊടുത്തത്? ഓരോ ആളുകൾക്കും എത്ര രൂപ വെച്ച് കൂട്ടിക്കൊടുത്തു? എത്ര ലക്ഷങ്ങൾ ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് കൊടുത്ത പൈസയുടെ ഒരു 10% 265 ദിവസം സമരം ചെയ്ത ആശാ വർക്കർമാർ കൊടുത്തു. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ കടം വീട്ടാൻ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് സബ്സിഡി കൊടുത്തു. സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് വാദോരാതെ മുദ്രാവാക്യം വിളിക്കുന്ന ഈ ഗവൺമെന്റ് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു? ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നിർത്തിയില്ലേ? വികലാംഗ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, സ്വാതന്ത്ര്യ സമര പെൻഷൻ, ഈ പെൻഷനുകൾ നിർത്തി. ആശുപത്രികൾ ഇന്ന് മോർച്ചറികളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൈക്ക് ഒരു ചെറിയ പരിക്ക് പറ്റി ചെന്നപ്പോൾ കൈ മുറിച്ചു കളഞ്ഞു പാലക്കാട്ട്. മാത്രമല്ല, ആലപ്പുഴയിൽ വണ്ടാനത്ത് ഒരു സ്ത്രീയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കത്രിക വയറ്റിലിട്ട് കുത്തിത്തച്ചു. അവർ വേദന കൊണ്ട് കുളഞ്ഞു. അപ്പൊ ഡോക്ടർ പറയുന്നു, ആരോഗ്യമന്ത്രി പറയുന്നു, ഒരു 10-25 വർഷക്കാലം ആ കത്രിക അകത്ത് കിടന്നുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ആലോചിച്ചു നോക്കെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീ പിടിച്ചു, 5 പേർ മരിച്ചു. ആരോഗ്യ രംഗം ഇന്ന് വെന്റിലേറ്ററിലാന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. ആരോഗ്യ രംഗം മോർച്ചറിയിലാണ്. UDF കാസർഗോഡ് മണ്ഡലം ചെയർമാൻ മാഹിൻ കേളോട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A. ഗോവിന്ദൻ നായർ, B. രാമനാഥ റൈ, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി, DCC പ്രസിഡന്റ് PK ഫൈസൽ, A. അബ്ദുൾ റഹ്മാൻ, NA നെല്ലിക്കുന്ന് MLA, K. നീലകണ്ഠൻ, ഹക്കീം കുന്നിൽ, PM മുനീർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.